ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു അടിപൊളി തീയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ മുരിങ്ങയ്ക്ക ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം മുരിങ്ങയ്ക്ക ഒക്കെ ഒത്തിരി ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു അടിപൊളി ഒരു തീയൽ വെക്കാം. മുരിങ്ങയ്ക്കയൊക്കെ ഇട്ട് നമുക്കൊരു തീയൽ വെച്ചാലോ. അതൊന്ന് നിങ്ങളെ കാണിച്ച് എൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുപോലാണോ തീയലൊക്കെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനാവശ്യമായിട്ട് നമ്മൾ ഒരു 1/4 കിലോ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വഴുതനങ്ങ, ഒരു മുരിങ്ങയ്ക്ക, അത്രയും മാത്രം മതി നമ്മുടെ ഈ തീയൽ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു അരമുറി തേങ്ങ മതി. അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് സിമ്മിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാമേ. സിമ്മിൽ തന്നെ ഇടണം. തീയ കുറച്ചിട്ട് തേങ്ങ മൂത്ത് വരുമ്പോഴാണ് തീയൽ നന്നായി വരത്തുള്ളൂ, നല്ലപോലെ സ്വാദ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊന്നും പെട്ടെന്ന് സമയമില്ല, നമുക്ക് ഈ തീയൊന്ന് ഫുൾ ഇതിലിട്ടിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം എന്ന് വിചാരിച്ച് നമ്മുടെ കറി അത്രയും രുചി കിട്ടത്തില്ല. സിമ്മിൽ വേണം നമ്മൾ തീയലൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങ ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മാത്രം ചേർത്താൽ മതി. അതൊന്ന് നമ്മൾ മൂപ്പിച്ചതിന് ശേഷം നല്ല പോലെ മിക്സിയിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അരകല്ലയിൽ അരച്ച് കിട്ടുന്നത്രോളം രുചി വേറെ ഒന്നിലുമില്ല മിക്സിയിൽ അരയ്ക്കുന്നത്. നമുക്ക് മടിയായതുകൊണ്ടാണ് മിക്സിയിൽ അരയ്ക്കുന്നത്. ഇനി നമ്മൾ ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന വഴുതനങ്ങ, കുഞ്ഞുള്ളി ഇവയെല്ലാം കൂടെ ചേർത്ത് അല്പം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റണം. വഴറ്റി ഒന്ന് 5 മുതൽ 8 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ബാക്കി ഉള്ള നമ്മുടെ മുരിങ്ങയ്ക്കായും കുറച്ച് വെള്ളവും കൂടെ ചേർത്തൊരു 10 മിനിറ്റ് ഒന്ന് നമുക്ക് വെന്ത് വരാനായിട്ട് വെക്കാം. അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് വേണം നമ്മൾ പാത്രം മൂടി വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം. പെട്ടെന്ന് നല്ല പോലെ വഴഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ മതി. ഇത് എളുപ്പത്തിൽ വെന്ത് വരുന്ന സാധനമാണ് വഴുതനങ്ങയും ഉള്ളി. അറിയാലോ, മുരിങ്ങയ്ക്കും അത്ര വേവ് ഇല്ല. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ അരപ്പൂടെ ചേർത്ത് കൊടുത്തു. അതൊന്ന് കുറുക്കി വരുമ്പോൾ നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ, ഒത്തിരി പുളി എടുക്കരുത്, വാളംപുളി നിങ്ങൾക്കറിയാമല്ലോ, അതെടുത്തൊന്ന് കുതിർത്തതിന് ശേഷം ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പുളി ഒട്ടും കൂടിപ്പോകരുത്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് മതി. അങ്ങനെ നമ്മളതൊന്ന് കുറുക്കി പറ്റിച്ച് എടുക്കാം. ചാറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചാറ് കൂട്ടിയെടുക്കുക, കുറച്ചെടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ തീയൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കടുക് വറുത്ത് ചേർത്തതിന് ശേഷം ഒരു ബൗളിലേക്കാണ് ഞാൻ സെർവ് ചെയ്ത് മാറ്റിയേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ തീയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു.